ശബരിമലയിലെ അയ്യപ്പന്റെ വിഗ്രഹത്തിലും ആ പ്രതിഷ്ഠയുടെ അടുത്തും എവിടൊക്കെയാണ് സ്വർണം പൂശിയതെന്നും സ്വർണം പൊതിഞ്ഞുവെന്നും നമുക്കൊന്നും വ്യക്തമായ അറിവില്ല. പല രീതിയിലുള്ള വാർത്തകൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ ഇതുവരെയുള്ള വാർത്തകളിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഒക്കും. കാരണം സ്വർണം പൊതിഞ്ഞതും പൂശിയുമായ ചില സ്ഥലങ്ങളെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിലോട്ട് വരുന്നുണ്ട്. ഒന്ന് ദ്വാരപാലക ശില്പം. അവിടെ ഏതായാലും സ്വർണം പൊതിയുകയോ അല്ല സ്വർണം പൂശുകയോ ഒക്കെ ചെയ്ത് ഉറപ്പാണ്. പിന്നെ ശ്രീകോവിലിന്റെ മേൽക്കൂരയിൽ സ്വർണം പൊതിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ സ്ഥലം അതാണ്. പിന്നെ പ്രധാന വാതില്, മൂന്നാമത്തെ സ്ഥലം പ്രധാന വാതിലിലും സ്വർണം പൂശുകയും പൊതിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ആ ദ്വാരപാലക ശില്പത്തിന്റെ അടുത്ത് ഇരുവശത്തുള്ള ചിത്ര തകിടുണ്ട്. ആ ചിത്ര തകിടിലും സ്വർണം പൂശി. ദ്വാരപാലക ശില്പത്തിന്റെ ചുറ്റുമുള്ള തൂണുകളിലും സ്വർണം പൊതിയുകയോ പൂശുകയോ ചെയ്തു എന്നുള്ള ഉറപ്പായി. അതുപോലെ തന്നെ 3 കലശങ്ങൾ അതിനകത്തുണ്ട്. ആ കലശത്തിലും സ്വർണം പൊതിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വർണം പൂശിയിട്ടുണ്ട്. ദ്വാരപാലക ശില്പത്തിന്റെ ഇരുവശത്തും ആനയുടെ രൂപം കൊത്തിയ ഭാഗങ്ങളുണ്ട്. അവിടെയും സ്വർണം പൂശി, അല്ലെങ്കിൽ അവിടെ സ്വർണം പൊതിഞ്ഞു പൂശിയതായിരിക്കാനാണ് സാധ്യത. 3 കർണകൂടമുണ്ട്, അവിടെയും സ്വർണം പൂശിയിട്ടുണ്ട്. ഭണ്ഡാരത്തിൽ സ്വർണം പൂശിയിട്ടുണ്ട്. അയ്യപ്പന്റെ പ്രതിമയുടെ ചുറ്റും തോരണം പോലെ തൂക്കിയിട്ട അലുക്കുകൾ അല്ലെങ്കിൽ പ്രഭാവലയം, അതിപ്പോൾ അവിടെ ഇല്ല. അപ്പം 10, 11, 12 സ്ഥലത്ത് സ്വർണം പൊതിയുകയോ പൂശുകയോ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വാർത്തകൾ വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. 2009 സ്വർണം പൂശിയ കന്നിമൂല ഗണപതി, അവിടെ സ്വർണം പൂശിയിട്ടുണ്ട്. പിന്നെ മാളികപ്പുറത്ത് അമ്മയുടെ അവിടെ സ്വർണം പൂശിയിട്ടുണ്ട്. അപ്പം മൊത്തം നമുക്ക് 10, 13, 14 സ്ഥലമായി. അത്രയും സ്ഥലത്ത് സ്വർണം പൂശിയിട്ടുണ്ട്. ശബരിമലയില് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിജയമല്യ കൊടുത്ത 40 കിലോ 800 ഗ്രാം സ്വർണം, അതിൽ 30 കിലോയെ പൂശിയുള്ളൂ. ബാക്കിയുള്ള സ്വർണം എവിടെ പോയെന്നുള്ള തീർച്ചയായിട്ടും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അല്ലെങ്കിൽ മെമ്പർമാരും കണക്ക് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഇതിലേക്കൊക്കെ SITയുടെ അന്വേഷണം നീണ്ടുവരുന്നതേ ഉള്ളൂ. എങ്കിലും ശബരിമലയിലെ ഇത് കൂടാതെ പല സന്ദർഭത്തിലും പല സ്പോൺസേഴ്സും സ്വർണം കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ കണക്കുണ്ടോ എന്നറിയില്ല. അങ്ങനെ കൊടുത്തവർ പലരും ഇപ്പോഴത് വിളിച്ചു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അവരൊക്കെ പറയട്ടെ, അവരെ ഏത് വർഷം കൊടുത്തു, എത്ര കിലോ സ്വർണം കൊടുത്തു എന്നുള്ള വിവരങ്ങൾ തീർച്ചയായിട്ടും SIT കണ്ടെടുക്കണം. അതിനൊരു പ്രത്യേക ടീമിനെ തന്നെ റെഡിയാക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ കാരണം എങ്കിലേ നമുക്ക് ഇതിൻ്റെ കണക്കുകൾ വെളിയിലോട്ട് വരുള്ളൂ. ശബരിമലയിൽ നിന്ന് ഇനി ഒരു സാധനവും പുറത്തു പോകാൻ പാടില്ല. അവിടെ വരുന്ന കാണിക്കയായിട്ടും അല്ലാതെയും വരുന്ന ധാരാളം ഭക്തജനങ്ങൾ കൈ കിട്ടുന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ അവർ വലിച്ചെറിയുന്ന സന്ദർഭം. അത് ഭക്തിയുടെ പാരവശ്യത്തിൽ അവർ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ആ സ്വർണ്ണാഭരണങ്ങൾ, അങ്ങനെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ ഒക്കെ എങ്ങോട്ട് പോയി എന്ന് നമുക്ക് അതിനൊക്കെ കൃത്യമായ കണക്ക് അവിടെ സൂക്ഷിക്കണമെന്നാണ്. അതിനെ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിലോട്ടൊന്നും SIT കയറിയിട്ടില്ല എന്ന് ഞാൻ കരുതുന്നത്. കാരണം ശബരിമലയിൽ ഓരോ സീസണിലും എത്ര കിലോ സ്വർണം കിട്ടുന്നുണ്ട്, എത്ര കിലോ വെള്ളി കിട്ടുന്നുണ്ട്, എത്രമാത്രം ഡയമണ്ട് കിട്ടുന്നുണ്ട്. അവിടെ ആ പണം വലിച്ചെറിയുന്ന അല്ലെ പണം അവിടെ ഇടുന്നതിനോ കൂടാതെ ഇതുപോലെയുള്ള ധാരാളം സാധനം, ചെറിയ ചെറിയ മൊന്തകള്, ചെറിയ ചെറിയ കലശങ്ങള്, വളരെ കയ്യിൽ ഒതുക്കം ചെയ്യാവുന്ന തരത്തിലുള്ള സ്വർണത്തിലുള്ളതും കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അവിടെ കണക്കിൽ വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇതൊരു വല്ലാത്ത ഒരു നിധിശേഖരം അല്ലെങ്കിൽ നിധികൾ കൂടുന്ന ഒരു ഏരിയ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും വലിയ വെട്ടിപ്പും തട്ടിപ്പും നടക്കുന്നത്. ശബരിമലയിലെ അയ്യപ്പനെ പ്രാർത്ഥിച്ച പല കാര്യങ്ങളും നേടുന്ന ആൾക്കാർ അതിന് പ്രതിഫലമായി അയ്യപ്പനും അവരുടെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങൾ, ഡയമണ്ടുകൾ, വെള്ളികൾ, വിലപിടിപ്പുള്ള മറ്റു സാധനങ്ങൾ എല്ലാം അവിടെ കൊടുത്തിട്ടാണ് പോകുന്നത്. അതിനൊക്കെ കൃത്യമായ ഒരു കണക്കൊന്നും ശബരിമലയിലില്ല.
അത് തന്നെയല്ല ഈ സീസൺ കഴിഞ്ഞ് അവിടുന്ന് കടത്തിക്കൊണ്ട് പോകുന്നത്. അത്യാവശ്യം ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സെക്യൂരിറ്റിയിലുണ്ട്. അതുകൊണ്ട് പമ്പ മുതൽ ശബരിമല വരെ 5 കിലോമീറ്റർ നമ്മൾക്ക് നടന്ന് കയറണം. അപ്പൊ ശബരിമലയ്ക്ക് എന്തായാലും ശരി ചുറ്റും കനത്ത ഫോറസ്റ്റാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചേർന്ന് ആ ശബരിമലയിലെ ഈ പമ്പയുടെ അവിടുന്ന് ശബരിമല വരെയുള്ള 5 കിലോമീറ്റർ ചുറ്റളവിൽ കടുത്ത ഫെൻസിങ് ഇനി ഇടണം. അതിനകത്ത് യഥേഷ്ടം ആനകൾക്കോ മറ്റു മൃഗങ്ങൾക്കോ സഞ്ചരിക്കാനുള്ള വഴിയൂടെ കൊടുക്കണം. കാരണം അവിടെയൊക്കെ ഓരോ പിക്കറ്റ് പോസ്റ്റുകളും ഇനി കൊടുക്കേണ്ടി വരും. കാരണം അവിടെ കഴിഞ്ഞ ദിവസം ഒരു ദിവസത്തെ നടവരവൊക്കെ 32 കോടിയൊക്കെ വന്നിട്ടുണ്ട്. അവിടെ വരുന്ന പണത്തിനും ഒരു കണക്കുമില്ല. അത് തന്നെയല്ല, അവിടുന്ന് ഒരു മുട്ടുസൂചി എടുത്തുകൊണ്ട് പോയാലും ഇനി അത് വെളിയിലോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ടൊരു ഫെൻസിങ്ങിൻ്റെ അടിയന്തരമായ ആവശ്യം ഞാൻ പറയുന്നത്. കാരണം അവിടെ ഭക്തജനങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഇനി നട തുറക്കുന്നത് കുറച്ചുകൂടെ വ്യത്യസ്തമായ രീതിയിൽ കൂടുതൽ ആൾക്കാർക്ക് വന്ന് നേർച്ചയിടാനും അവിടെ ഉള്ള ഭക്തിമാർഗത്തിൽ കൂടെ അവർക്ക് അവിടെ വന്ന് ഇരിക്കാനും മറ്റുള്ള സൗകര്യങ്ങൾ കൂടുതൽ ചെയ്തു കൊടുക്കേണ്ടി വരും. അതേസമയത്ത് ഫോറസ്റ്റിനകത്താണ് ഈ ശബരിമല ഇരിക്കുന്നതുകൊണ്ട് ഫോറസ്റ്റുകാരുടെ സ്വാഭാവിക എതിർപ്പുണ്ടാകാം. പക്ഷെ അത് കാര്യമില്ല. കാരണം അതൊന്നും നശിപ്പിക്കാതെ തന്നെ ശബരിമലയുടെ ചുറ്റും നമുക്ക് അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ളൊരു സംവിധാനം ഫെൻസിങ് പോലെ അല്ലെങ്കിൽ അതുപോലെ മൃഗങ്ങളും മറ്റുള്ളവർക്ക് യഥേഷ്ടം സഞ്ചരിക്കാനുള്ളൊരു അവസരം കൊടുത്തുകൊണ്ട് അത്യാവശ്യമായിട്ട് ഫെൻസ് ചെയ്യുകയും അവിടെ പിക്കറ്റ് പോസ്റ്റുകൾ ഇടുകയും വേണം. കാരണം നമുക്കറിയാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു എസ് പിയുടെ കീഴിൽ 10, 200, 300 പോലീസുകാരുണ്ട്. അതേ രീതിയിലൊരു സെക്യൂരിറ്റി ശബരിമലയ്ക്കും വരണം. കാരണം ശബരിമല നട തുറക്കുന്ന സമയത്തും ആണ് ആൾക്കൂട്ടം ബഹളം എങ്കിലും അല്ലാത്ത സമയത്ത് അവിടെ ശാന്തമാണ്. ആ സമയത്ത് അവിടെ വന്ന് കയറി എന്തെങ്കിലും തട്ടിച്ച് പോകുന്നതിനും തടസ്സമില്ല. കാരണം ഇപ്പം അങ്ങനെയുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ട്. അങ്ങനെയല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ കഥാപാത്രങ്ങളായി വന്നത്, അവിടുത്തെ സ്വർണങ്ങൾ കടത്തിയതും. അതുകൊണ്ട് ഇനി അത് നടക്കാൻ പാടില്ല. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും സിംഗിൾ ബെഞ്ചും അതൊക്കെ തന്നെയാണ് പറയുന്നത്. ശബരിമലയിൽ നിന്ന് ഇനി ഒരു രൂപയുടെ സാധനം പോലും വെളിയിലോട്ട് പോകരുത്. കാരണം അവരുടെ ശബരിമല ആക്ട് അനുസരിച്ച് ഒരു സാധനം വെളിയിൽ കൊണ്ടുപോകാൻ പാടില്ല. അതിന് ഘടകവിരുദ്ധമായിട്ടല്ല അവിടെ ചെയ്ത പ്രവൃത്തികൾ. അവിടെ സ്വർണം പൂശിയതൊക്കെ വിജയമല്യയുടെ സമയത്ത് 60ഓളം ആൾക്കാർ 2-3 മാസം അവിടെ ജോലി ചെയ്താണ് അത് പൂശിയത്. അതുകൊണ്ട് ഇത് വെളിയിൽ കൊണ്ടുവരുന്നതിൽ അർത്ഥമില്ല. കാരണം അവിടെ സ്വർണത്തിന് ആ മങ്ങലുണ്ടായെന്ന് ഇവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ശബരിമല തന്നെ ചെയ്യുന്നതിന് എന്താ ഇത്ര തടസ്സം? വെളിയിൽ കൊണ്ടുപോകുന്നതിന് അതൊക്കെ ദുരുദ്ദേശപരമാണ് എന്നുള്ള കാര്യത്തിൽ അത് സംശയമില്ല. അതിനകത്ത് നിന്ന് ധാരാളം പണം പലരും ഉണ്ടാക്കിയിട്ടുണ്ട്, കൈയിട്ട് വാരിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒരു കണ്ടെത്തലോടുകൂടി തന്നെയാണ് നമുക്കെല്ലാവർക്കും ഈ സ്വർണ്ണവേട്ട, സ്വർണ്ണക്കൊള്ള എന്താണെന്ന് മനസ്സിലായ. അതുകൊണ്ട് ഇനി അത് അനുവദിക്കാൻ പാടില്ല. രാഷ്ട്രീയ പാർട്ടികൾ യഥേഷ്ടം അവിടെ കയറി ആ ശബരിമലയിൽ അവിടെ മലിനപ്പെടുത്തി എന്നാണ് അതിൻ്റെ സെക്യൂരിറ്റിക്ക് ത്രെട്ടുണ്ടാക്കിയിരിക്കുന്നു. ലോകം മുഴുവൻ ഇത് അറിഞ്ഞിരിക്കുന്നു. ശബരിമലയിലെ സ്വത്തുക്കളുടെ കാര്യങ്ങൾ, ശബരിമലയിൽ വരുന്ന സ്വത്തുക്കൾ എത്രത്തോളം ഉണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് അവിടെ സെക്യൂരിറ്റി കൂടണം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പോലെ ശബരിമലയ്ക്ക് അതുപോലെയുള്ള ഫോറസ്റ്റുകാരുമായിട്ട് ആലോചിച്ച ശേഷം അവരുടെ ഫോറസ്റ്റിന് യാതൊരു തടസ്സവും അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകാതെ അവിടെ ഇത് സംരക്ഷിക്കേണ്ട ഒരു ആവശ്യം സർക്കാരിനുണ്ട്. ആ രീതിയിലേക്ക് സർക്കാരും അതുപോലെ തന്നെ ദേവസ്വത്തിൻ്റെ ഭാരവാഹികളും അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ആലോചിക്കണം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.